ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ വീണ്ടും ഒരു വൻ യുദ്ധപ്രതിസന്ധിക്ക് വഴി തുറന്നുകൊണ്ട് സൈനിക നീക്കങ്ങൾ അതിശക്തമായി തുടരുകയാണ്. വടക്കൻ അതിർത്തിയെയും തെക്കൻ ലെബനനെയും യുദ്ധക്കളമാക്കിക്കൊണ്ട് ഹിസ്ബുള്ളയും ഇസ്രയേൽ പ്രതിരോധ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിലനിൽക്കുന്ന താൽക്കാലിക ശാന്തതയെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇരുവിഭാഗവും അതിശക്തമായ ആക്രമണങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. മേഖലയെ ആകെ ആയുധപുരയാക്കി മാറ്റിയ ദീർഘകാല പോരാട്ടത്തിന്റെ ഏറ്റവും ഭയാനകമായ ആവർത്തനമാണ് ഇപ്പോൾ അതിർത്തി ഗ്രാമങ്ങളിൽ ദൃശ്യമാകുന്നത്. തെക്കൻ ലെബനനിൽ താവളം ഉറപ്പിച്ചിരിക്കുന്ന ഇസ്രയേൽ സൈനിക വ്യൂഹങ്ങൾക്ക് നേരെ ഒരേ സമയം 14ഓളം അതിശക്തമായ സൈനിക ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പരമാധികാര അതിർത്തികൾക്കുള്ളിലേക്ക് കടന്നു കയറിയ ഇസ്രയേൽ പ്രതിരോധ സേനയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞെന്നാണ് ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളി അവകാശപ്പെടുന്നത്. വ്യോമാക്രമണങ്ങളും കരയുദ്ധവും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ഹിസ്ബുള്ള ഈ ഘട്ടത്തിൽ പുറത്തെടുത്തിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ, അത്യാധുനിക റോക്കറ്റുകൾ, കനത്ത നാശനഷ്ടം വിതയ്ക്കാൻ ശേഷിയുള്ള ആർട്ടിലറി ഷെല്ലുകൾ എന്നിവയാണ് ഈ മിന്നലാക്രമണങ്ങൾക്കായി ഹിസ്ബുള്ള വൻതോതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ട ഈ ആയുധങ്ങൾ ഇസ്രയേൽ സൈനിക വാഹനങ്ങളെയും താൽക്കാലിക താവളങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഡ്രോണുകൾ ഇസ്രയേൽ സൈനികർ നിലയുറപ്പിച്ച തന്ത്രപ്രധാനമായ പോയിന്റുകളിൽ കൃത്യമായി പതിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിർത്തിയിലെ ഒന്നിലധികം ഗ്രാമങ്ങളെയും തന്ത്രപ്രധാനമായ മലനിരകളെയും കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണ പരമ്പര അരങ്ങേറിയത്. മലയോര മേഖലകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പൂർണ്ണമായി മുതലെടുത്തുകൊണ്ടുള്ള ആക്രമണ ശൈലിയാണ് ഹിസ്ബുള്ള ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ സൈനികർക്ക് എളുപ്പത്തിൽ പിൻവാങ്ങാൻ കഴിയാത്ത വിധം താഴ്വരകളിലും മലയിടുക്കുകളിലും വെച്ചാണ് അവർക്ക് നേരെ വലിയ തോതിലുള്ള ആയുധവർഷമുണ്ടായത്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം തെക്കൻ ലെബനനിലെ വിവിധ അതിർത്തി നഗരങ്ങളിൽ ഇപ്പോഴും രൂക്ഷമായ തെരുവ് യുദ്ധം തുടരുകയാണ്. ഇസ്രയേലിന്റെ കവചിത വാഹനങ്ങൾക്കും ഇൻഫൻട്രി ഗ്രൂപ്പുകൾക്ക് നേരെ ഒളിഞ്ഞിരുന്നുമല്ലാതെയും ഹിസ്ബുള്ള പോരാളികൾ കടുത്ത പ്രതിരോധം തീർക്കുന്നുണ്ട്. ആക്രമണത്തിൽ ഇസ്രയേൽ ഭാഗത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. പല സൈനിക വാഹനങ്ങളും ഹിസ്ബുള്ളയുടെ ആന്റി ടാങ്ക് മിസൈൽ ആക്രമണത്തിൽ തകർന്നതായും സൈനികർ താൽക്കാലികമായി വലിയ കെണിയിൽ അകപ്പെട്ടതായും സൂചനകളുണ്ട്. എന്നാൽ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ ഇസ്രയേൽ സൈനിക നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിലനിൽക്കുന്ന പ്രാദേശിക അസ്ഥിരതയുടെയും സംഘർഷങ്ങളുടെയും തുടർച്ച തന്നെയാണ് ഈ പുതിയ സൈനിക വിന്യാസങ്ങളും ഏറ്റുമുട്ടലുകളും. ഇറാൻ നയിക്കുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന സഖ്യത്തിലെ ഏറ്റവും ശക്തമായ കണ്ണിയായ ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക ശേഷി പൂർണ്ണമായും പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് ഇതിനെ കാണുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വടക്കൻ അതിർത്തിയിലെ സുരക്ഷിതത്വം എന്നത് അവരുടെ ദേശീയ സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ഇസ്രയേൽ പൗരന്മാരെയാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ഭീഷണിയെ തുടർന്ന് നേരത്തെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കണമെങ്കിൽ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം പൂർണ്ണമായും തുടച്ചു നീക്കേണ്ടതുണ്ടെന്ന ശക്തമായ നിലപാടിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയും സൈനിക കമാൻഡർമാരും. ഈ ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ പ്രതിരോധ സേന അതിർത്തി കടന്ന് ലെബനനിലേക്ക് സൈനിക നീക്കം ശക്തമാക്കിയത്. എന്നാൽ കനത്ത വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടും ഹിസ്ബുള്ളയുടെ കമാൻഡ് ഘടനയെ തകർക്കാൻ ഇസ്രയേലിന് പൂർണ്ണമായി സാധിച്ചിട്ടില്ല എന്നാണ് ഈ പുതിയ 14 ആക്രമണങ്ങൾ തെളിയിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അപ്രതീക്ഷിത തിരിച്ചടി ഇസ്രയേൽ പ്രതിരോധ കോട്ടകളിൽ വലിയ ഉത്കണ്ഠയ്ക്ക് കാരണമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും ആധുനികമായ ആയുധങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളുമുള്ള IDF-ന് നേരെ ഇത്രയും വലിയൊരു ആസൂത്രിത ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞത് ഇസ്രയേലിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയമായി പോലും ചില കോണുകളിൽ നിന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ വ്യോമസേന ലെബനനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ കനത്ത തിരിച്ചടി ആരംഭിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകളും ലോഞ്ച് പാഡുകളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ തെക്കൻ ലെബനനിലെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത്. ഈ കനത്ത വ്യോമാക്രമണങ്ങൾ ലെബനനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കിയിരിക്കുകയാണ്.
ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ജീവനും കൊണ്ട് സുരക്ഷിത താവളങ്ങൾ തേടി പലായനം ചെയ്യുന്നത്. ലെബനനിലെ അടിസ്ഥാന സൗകര്യങ്ങളും വൻതോതിൽ തകർക്കപ്പെടുന്നുണ്ട്. ഇറാൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളും രാജ്യാന്തര തലത്തിൽ സജീവമാണ്. തങ്ങളുടെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങളെ ഇറാൻ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ലെന്ന വ്യക്തമായ മുന്നറിയിപ്പ് ടെഹ്റാനിൽ നിന്ന് പലതവണ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ഇസ്രയേലിന് പൂർണ്ണമായ പിന്തുണയുമായി രംഗത്തുണ്ട്. ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കുമ്പോഴും പ്രാദേശികമായി യുദ്ധം പടരാതിരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളും അമേരിക്കൻ ഭരണകൂടം നടത്തുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന നിലയുറപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ കൂടിയാണ് ഇപ്പോൾ കടുത്ത പോരാട്ടം നടക്കുന്നത് എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷ പോലും വലിയ ഭീഷണിയിലാണ്. ഹിസ്ബുള്ളയുടെ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വടക്കൻ മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇസ്രയേലിനുള്ളിൽ ശക്തമാവുകയാണ്. ഈ പുതിയ സാഹചര്യത്തിൽ ഇസ്രയേൽ കൂടുതൽ കടുത്ത സൈനിക നടപടികളിലേക്ക് കടക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. കൂടുതൽ റിസർവ് സൈനികരെ അതിർത്തിയിലേക്ക് അയക്കാനും ലെബനനിലെ കരയുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും ഇസ്രയേൽ പദ്ധതിയിടുന്നുണ്ട്. ലെബനൻ അതിർത്തിയിലെ ഈ ചോരപ്പുഴ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന ശത്രുതയുടെ ഏറ്റവും ക്രൂരമായ ആവിഷ്കാരമാണ് ഇരുപക്ഷവും ഇപ്പോൾ കാണിക്കുന്നത്. വരും മണിക്കൂറുകൾ ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ അതീവ നിർണായകമായിരിക്കും. ഹിസ്ബുള്ളയുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്നും അതിനെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ എത്രത്തോളം ശക്തമായ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നതിനെയും ആശ്രയിച്ചിരിക്കും ഈ യുദ്ധത്തിന്റെ ഭാവി. യുദ്ധഭീതിയുടെ നിഴലിൽ നിൽക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്ന് ശുഭകരമായ വാർത്തകളൊന്നും തൽക്കാലം പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.